സാഹചര്യത്തിലൂടെ അപ്പോൾ എന്താണ് ഒരു എമർജൻസി ആയിട്ടൊരു നടപടി ജനങ്ങളും ഭയങ്കര രോഷാലതയിൽ നിൽക്കുകയാണ്. അപ്പം എന്താണ് ഒരു എമർജൻസി എന്താണ് ഒരു ഫോളോ അപ്പ് ഉള്ളതെന്ന്? ഇന്ന് പുലർച്ചെ മുതൽ ആന ടൗണിൻ്റെ പല ഭാഗത്തുമായിട്ട് നടന്ന് ഇപ്പോൾ ഒരു ചെറുപ്പുള്ള സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. പ്രാഥമികമായിട്ട് നമ്മൾ വിലയിരുത്തിയതിൽ കർണാടക ഭാഗത്തു നിന്ന് വന്ന ഒരു ആനയാണെന്നാണ് വിലയിരുത്തൽ. നിലവിൽ നമുക്കിതിനെ ഓടിച്ച് ടൗണിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും ഫോറസ്റ്റ് സെക്രട്ടറിയും ഓഫിനെയും എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ച് തുറസായ ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ആന ഈ സമയത്ത് നിൽക്കുന്നിടത്ത് വെടിവെച്ചാൽ ചതുപ്പായതുകൊണ്ട് അത് ഓടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നാല് ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റിൻ്റെ സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. വിവരം അവരെയും അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണത്തിൽ എത്തിയിട്ടുള്ളത് കൂടാതെ മുത്തങ്ങിയിൽ നിന്ന് ആവശ്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുങ്കിയാനകളും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ മയക്കുവെടി വെക്കാനുള്ള അന്തിമ തീരുമാനം എടുത്തോ? അതിൻ്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞോ? അത് തീരുമാനം എടുത്തിട്ടാണ് ഫോറസ്റ്റിൻ്റെ സീനിയർ ഓഫീസർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാഡം അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നതാണെന്നാണ്. കർണാടക സഹായം തേടിയിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അവരാരെങ്കിലും വരുന്നുണ്ടോ മാഡം? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എല്ലാം അറിയിച്ചിട്ടുണ്ട്. വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആന അക്രമങ്ങളൊന്നും രാവിലെ തുടങ്ങി ചെയ്തിട്ടില്ല. ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ച് കർണാടക ഭാഗത്തേക്ക് വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ ജനം മുഴുവൻ ടൗണിൽ ബ്ലോക്ക് ചെയ്യുന്നതിനോ ആളുകളെ മാറ്റുന്നതിനോ സംബന്ധിച്ച് ഒരു തീരുമാനിച്ചു. രണ്ട്, ഈ മയക്കോട് വെച്ച് ഈ നഗരമേഖലയെ മാറ്റി സംബന്ധിച്ച് തീരുമാനിച്ചില്ല. അതുകൊണ്ട് അടിയന്തര തീരുമാനങ്ങൾ വേണം. ഈ വലിയൊരു ടൗണാണെന്നുള്ള കാര്യമെങ്കിലും ജില്ലാ ഭരണകൂടം അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ. എല്ലാ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സ്ഥലത്ത് അതന്നെ വണ്ടി വരുന്നപ്പോഴേക്ക് പിന്നെ ഇതാക്കണം, തെളിക്കണം. വണ്ടി വരുന്നിടത്തേക്ക് മെല്ലെ തെളിച്ചിട്ട് വനമേഖലയിൽ നിന്നാണ് വന്നതെന്ന് ഉറപ്പാണ്. കാരണം വയനാട്ടിൽ ഇത്തരത്തിലൊരു ആനയെ റേഡിയോ കോളർ ചെയ്തിട്ടില്ല അടുത്ത കാലത്തൊന്നും. അതുകൊണ്ട് തന്നെ ഇത് കർണാടകയിൽ നിന്ന് വന്ന ആനയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന്റെ സിഗ്നലുകൾ ഇവിടുന്ന് മാറിയാലോ, ഇതിലെ കയറിയാലോ, അതിനുള്ള നടപടിക്രമങ്ങൾ വനംവകുപ്പ് മാത്രം അല്ല ഇതിൽ വന്ന് കയറിയാൽ മതി. റോഡിൽ കയറട്ടെ. വളരെ ശാന്തതയോടെ തന്നെയാണ് മുന്നിൽ ആള് പോയാൽ മതി. ആളുകളൊക്കെ മാറുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ പരിസരം ഒന്ന് മാറി ഇതിലെ അവര്